ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈദ് ഹോളിഡേയ്സിൽ നമ്മളൊരു സ്ഥലത്ത് പോയേ. അപ്പം കൽബയിലുള്ള ഹാങ്ങിങ് ഗാർഡനിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അത് നമ്മളൊരു ഉച്ച കഴിഞ്ഞൊരു 3:30 കഴിഞ്ഞിട്ടാണ് തിരിച്ചത്. ഒരു 100 കിലോമീറ്ററിൽ കൂടുതലുണ്ട് ട്രാവലിംഗ് ടൈം. അപ്പം ഒരു 4:30 ആകുമ്പോഴത്തേനും നമ്മളവിടെ എത്തും. അപ്പോൾ 4:30 കഴിഞ്ഞപ്പോഴത്തേനും എത്തി. പക്ഷേ ഈദായതുകൊണ്ട് ഭയങ്കര ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നേ, ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാർക്കിങ്ങിനൊക്കെ താഴ്ഭാഗത്ത് പാർക്കിങ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ നമ്മൾ മൗണ്ടൻ്റെ ടോപ്പിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ അങ്ങോട്ട് പോകാൻ തന്നെ പതുക്കെ പോകാൻ പറ്റത്തുള്ളായിരുന്നു. അതുപോലെ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു. അപ്പം പെയ്ഡ് പാർക്കിംഗ് ഏരിയ ഉണ്ട്, അല്ലാത്ത പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഫുള്ളായിരുന്നു. നമ്മൾ മുകളിലും മൗണ്ടൻ്റെ മുകളിലോട്ട് പോവാണ്. അവിടെ പോയി നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തി. അവിടെ ഒരു ടണലിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് 10 രൂപ വെച്ചിട്ടാണ് ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ എടുത്ത് 4 പേർക്ക് ടിക്കറ്റും എടുത്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുക. നമ്മളിനി ഇതിനകത്തൂടെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴെ ചെല്ലണം. അപ്പോൾ അതുപോലെ തന്നെ മുകളിലോട്ടും കയറണം നമ്മൾ തിരിച്ച് പോകണമെങ്കിൽ. അപ്പം താഴോട്ട് ഇറങ്ങാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ നല്ല കരിങ്കല്ലിൻ്റെ കല്ലൊക്കെ കെട്ടിയ സ്റ്റെപ്പാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കെട്ടി ഇരുവശത്ത് ഇതുപോലെ കൈവരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഒത്തിരി കുറേ ഇറങ്ങാനുണ്ട്. 3 വഴിയുണ്ട് ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങാനുള്ള. അപ്പോൾ നമ്മളൊരു വഴിയിൽ ഇങ്ങനെ ഇറങ്ങി താഴെ ഇതുപോലെ ചെല്ലുമ്പോൾ ഇതുപോലെ വെള്ളച്ചാട്ടം കാണും. ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് ഒരു ഹോട്ടലുണ്ട്, താഴ്ഭാഗത്തും ഒരു റെസ്റ്റോറൻറ്റ്, ഹോട്ടലല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ഇതുപോലെ നമ്മുടെ ബൊഗൈൻ വില്ലകൾ കുറേ കാണാം. അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ നല്ല പൂവായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ആ വാട്ടർഫോൾസാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഇതുപോലെ വാട്ടർഫോൾസ് ഉണ്ട് താഴോട്ട് ചെല്ലുമ്പോൾ. പിന്നെ നമ്മൾ കാണുന്നതൊരു റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. അവിടെ ഒരു സെമി സർക്കുലർ ഏരിയയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് വലിയത്. പിന്നെ കൊച്ചു കുറേ പിന്നെ ഇതുണ്ട്. നമുക്ക് അത്യാവശ്യം ജ്യൂസും കോഫിയും ടീയും ഒക്കെ കുടിക്കാൻ ഉള്ള ചെറിയ ടീ സ്റ്റോൾസ് അതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ നമ്മുടെ വാഷ് ഏരിയ, റെസ്റ്റ് റൂം ഒരെണ്ണമുണ്ട്. അപ്പോൾ പക്ഷേ അതൊക്കെ നല്ല ക്യൂ ആയിരുന്നു റെസ്റ്റ് റൂമിലൊക്കെ പോകാൻ. അപ്പോൾ അവിടെ 3 ടോയ്ലറ്റ് അങ്ങനെ കണ്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് പോകാനൊക്കെ ഉണ്ട്. പക്ഷേ ആളുകൾ കൂടുമ്പോൾ നമുക്കത് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ചെല്ലാൻ. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്, സ്കേറ്റിംഗ് ഏരിയ ഉണ്ട്, അങ്ങനെ കുറച്ച്. പിന്നെ ഒരു ട്രെയിനുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കയറി ടിക്കറ്റ് എടുത്തിട്ട് കയറണം. അപ്പം അങ്ങനെ കയറി അത് മൊത്തം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റിയിട്ട് വരും ആ ട്രെയിനിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് വരാം. പിന്നെ രാത്രിയാകുമ്പോൾ ഇതുപോലെ നല്ല ലൈറ്റാണ്. അപ്പം രാത്രിയിൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ ഭംഗിയാണ് മെയിൻ അട്രാക്ഷൻ. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ഇരുന്നൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് മുകളിലോട്ട് കയറാൻ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ മുകളിലോട്ട് കയറുമ്പം കുറച്ച് ഇങ്ങനെ ഇറങ്ങാൻ എളുപ്പമായിരുന്നു. അപ്പം നിന്ന് കുറച്ച് കയറി പിന്നെയും കുറച്ച് നേരം നിന്ന് അങ്ങനെയായിരുന്നു കയറിയത് മുകളിൽ. അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പം കുറച്ച് ഫുഡുമൊക്കെ കരുതുവാണെങ്കിൽ ഫുഡും വെള്ളമൊക്കെ കൈ കരുതുവാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് ഷാർജയിലോട്ട് തന്നെ തിരിച്ചു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അധികം ചൂടൊന്നും ആയി തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.